ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാനുണ്ടല്ലോ, എൻ്റെ കോലം കണ്ടില്ലേ, ഞാനാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങി എണീറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി സർപ്രൈസ് വന്ന് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ലേറ്റായിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. ഇപ്പോൾ സമയം വളരെ ലേറ്റായി. ഇപ്പം ഞാൻ ഫ്രഷായി കുളിച്ച് കുട്ടാപ്പിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി ഞാൻ വന്നു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ ഡ്രസ്സായിട്ട് ഇടുന്നത്. കസിൻസൊക്കെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഡ്രസ്സാണ്. ഇതല്ല എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്, ഒരു ബ്ലാക്കാണ്. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം അതൊക്കെ ഇട്ട് പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് റെഡി ആവാം. ഞാൻ നല്ല ലേറ്റായി. ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു വെച്ചാൽ, പക്ഷെ ഒന്നും നടന്നില്ല. കാരണം ഒരുപാട് ലേറ്റായിട്ടുണ്ട്. നാളെ പോവാം അമ്പലത്തിൽ. നമുക്ക് നാളെ ഞായറാഴ്ച അല്ലേ, നാളെ പോവാം. ഓക്കെ. അപ്പൂപ്പനെ അമ്മമ്മ രാവിലെ തന്നെ വരുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് എനിക്ക് സർപ്രൈസ് ഉണ്ടായിരിക്കണത് നിക്കിനെ കിട്ടിയപ്പോഴാട്ടോ. 1 or 22 എനിക്ക് നിക്കിനെ കിട്ടുന്നത്. ചേട്ടൻ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എനിക്ക് ചെയ്തതാട്ടാ. സാധനം ഗിഫ്റ്റ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞ് നോക്കിയിരുന്നപ്പോഴത്തേക്കും കുറച്ച് ചേട്ടന്മാർ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു സാധനത്തിന് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നിൽക്കണം. കൈയാണ് ഇങ്ങനെയും കൈ ഇങ്ങനെ അവിടെ അൽഫാം കോഴിയുടെ പോലെ പിടിച്ച് കുഞ്ഞ് സാധനം, കുഞ്ഞ് പട്ടിക്കുഞ്ഞ്. ഫോട്ടോ എടുക്കുന്നത് ഇത്ര ഉണ്ടായിരുന്നു അവളായിട്ട്. അവൾ കുഞ്ഞായിരുന്നു. അപ്പോൾ അവളിങ്ങനെ രാത്രി ഇപ്പോൾ കൊണ്ടുവന്നിട്ടാ. 2 മാസം ഒന്ന് പ്രായമുള്ള കൊച്ചിന് ഇത് കിടന്ന് രാത്രി കിടന്ന് കരച്ചിൽ. അമ്മയുണ്ട നിക്കിക്ക്, നിക്കു എന്ന് പറഞ്ഞ പേരൊക്കെ ഇട്ടത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, സ്റ്റിൽ എൻ്റെ ഫേവറേറ്റും ഈ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ്. എൻ്റെ ഫേവറേറ്റാണ്, എൻ്റെ കൊച്ചാണ്. ഇവള് ഈ വീട്ടിലൊരു മെമ്പറിനെ പോലെ കേട്ടാ. പട്ടീനെ വളർത്തുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് അതുകൊണ്ടെന്ന്. പക്ഷെ ഇവളാണെങ്കിൽ പാവമാണ്, ആരും കടിക്കൂല, ആരും വിളിച്ച കൂടെയും പോവും. അങ്ങനത്തെ ഒരു പൊട്ടിപ്പെണ്ണാണ്. ഞാനിപ്പോൾ വലുതായിട്ടൊന്നും ഒരുങ്ങണില്ല. ചെറുതായിട്ടൊരു പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കണം. ബ്രഞ്ചാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പൂപ്പനൊക്കെ കണ്ടിരുന്നൊക്കെ എൻ്റെ കളിയാക്കി കൊല്ലും. അപ്പൂപ്പന് വന്നിട്ടില്ല. അപ്പൂപ്പൻ വന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കണേ. ഇത്ര നേരമായിട്ട് കഴിച്ചില്ലേ, എന്നാണ് കഴിക്കാത്ത, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കളിയാക്കും. എന്നൊരു ചേച്ചിയുടെ അടുത്ത് പോവാ. ചേച്ചിയൊക്കെ രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച്, ഞാൻ മാത്രമാണ് കഴിക്കാത്തത്. ഇന്നലെ ഞാൻ ഞെട്ടി. ഞാൻ അവൻ്റെ അടുത്ത് ഇരുന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണമായിരുന്നു. എവിടെ വന്നാലും ഇത്തരത്തെ സർപ്രൈസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് താഴെ നമുക്ക് ഫുഡ് കഴിക്കാം. മിക്കും ഒന്നും കഴിച്ചിട്ടില്ല, മിക്കും കൊടുക്കണം. അറിയാം നന്നാക്കണേന് സവാളയൊക്കെ ഇഷ്ടപ്പെട്ടെ. അപ്പം അമ്മ ഇത്ര നേരമായിട്ട് വന്നില്ല. അവർ നേരത്തെ വരാമെന്ന് പറഞ്ഞത്. ഇത്ര നേരമായിട്ട് വന്നാക്കി. ഇപ്പോൾ ദോശ റെഡിയായി. ദോശ വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ. ബർത്ത്ഡേ വ്ളോഗ് ഇച്ചിരി ബർത്ത്ഡേ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ടേക്ക് ബന്ധം വെക്കാം. തലേ ദിവസം കാട്ടിയിട്ട് ബർത്ത്ഡേ കേൾക്കും. പിറ്റേ ദിവസം രാവിലെ വയ്ക്കുമ്പോൾ വേറൊരു ഫീലാണ് അല്ലേ. ഇനി നമുക്ക് കഴിക്കാം. ഒരു അനക്കം പോലും കേട്ടില്ല. അതാണ്, ഒന്നും കേട്ടില്ല. ഞാൻ എനിക്കവിടെ ഉറക്കം വന്നിരിക്കണം. അമ്മ വീഡിയോ എടുക്കണം. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ഒരു കേക്ക് ഒക്കെ കഴിച്ചു. ഞങ്ങളാണെങ്കിൽ വരാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഇതുവരെ ആരും എത്തിയിട്ടില്ല. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ നേരത്തെ എത്താന്ന് പറഞ്ഞിട്ട് അവരും എത്തിയിട്ടില്ല. അപ്പോൾ ഗൈസ്, അപ്പൂപ്പനും അമ്മിച്ചമ്മ എത്തി. അപ്പോൾ എൻ്റെ അപ്പൂപ്പനും അമ്മിച്ചമ്മയും എൻ്റെ കുഞ്ഞിലോട്ട് എല്ലാ ബർത്ത്ഡേക്കും വരുമായിരുന്നു കേട്ടോ. ആരും ഇല്ലെങ്കിൽ പോലും ഇവർ കാണുമായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ അതേ അവരെത്തി. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് സവാള എല്ലാവരും കൂടി പൊളിക്കണേ. അപ്പോൾ ഇപ്പം സമയം 5:30 ആയി. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അപ്പൂപ്പനും അമ്മിച്ചമ്മയും മാത്രം വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഡെക്കറേഷൻ ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. 6 മണിയാകുമ്പോഴത്തേക്കും തുടങ്ങാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിക്കി ഇവിടെ വാ. നിക്കുണ്ട്. ഇപ്പോൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ ചിക്കനൊക്കെ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ സവാളയൊക്കെ അരിഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. അമ്മിച്ചമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മിച്ചമ്മ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഇനിയിപ്പോൾ ചേച്ചിമാർ വരണം. അവരെത്തിയിട്ടില്ല. അവരൊരു 6 മണി കഴിയും. 7 മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. എന്താവെന്ന് അറിയില്ല. അച്ഛൻ വന്നു. വർക്ക് കഴിഞ്ഞ് അച്ഛനെത്തി. അപ്പോൾ
അപ്പോൾ ഇനി സമയം കളയാനില്ല, നമുക്ക് ഡെക്കറേഷൻ അങ്ങ് തുടങ്ങേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടേക്ക് ഒന്ന് ഒതുക്കണം. ഇവിടെ ഓരോരുത്തരും ഓരോ തിരക്കിലായിട്ട്. അമ്മച്ചമ്മയാണെങ്കിൽ അടുക്കളയിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്ക്, ചേച്ചി ഞാനാണെങ്കിൽ ഇവിടെ ഒതുക്കണ തിരക്ക്, അപ്പൂപ്പനാണെങ്കിൽ ഫോണിൽ തിരക്ക്, അങ്ങനെ എല്ലാവരും തിരക്കോട് തിരക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം വെച്ചു. ഇത് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇനി കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. നമ്മളിവിടെ അമ്മച്ചമ്മയുടെ ഹലോ പറ. ഹലോ, ഹായ്. അപ്പോൾ ദേ നമ്മുടെ ബലൂണും നമ്മുടെ ബലൂണിൻ്റെ ഗ്ലൂവും ബലൂൺ തീർപ്പിക്കാനുള്ള സാധനങ്ങൾ, റിബൺ, ചിക്കനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി ആയിട്ടാ. ബാക്കിയുള്ള കസിൻസൊക്കെ അവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവർ വരുമെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ ആരാ വന്നിട്ടേ നോക്കട്ടെ. ശില്പ ചേച്ചി വന്നേ. അപ്പോൾ ഇതേ ഓരോ കസിൻസായിട്ട് വന്നത്. ഇപ്പോൾ ശില്പ ചേച്ചി വന്നു, ഇനി 2 ചേച്ചിമാർ വരാനും ഉണ്ട്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും ശില്പ ചേച്ചിയും രേവ ചേച്ചിയും കൂടി ബലൂണൊക്കെ വീർപ്പിക്കുകയാണ്. ബർത്ത്ഡേയുടെ എന്തെങ്കിലും വലിയ ബലൂൺ വീർപ്പിച്ച് ശില്പ ചേച്ചിയുടെ ഗിഫ്റ്റ്. താങ്ക് യു. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാ വീഡിയോയിലും അവൻ ഇവൻ എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിച്ചു. അപ്പോൾ എനിക്കതിനി പറയാൻ പറ്റില്ല. ഞാനപ്പോൾ അവൻ്റെ പേര് പറയാമെന്ന് വിചാരിച്ചു. അവൻ്റെ പേര് മഹി കൃഷ്ണൻ എന്നാണ്. അപ്പോൾ നമ്മൾ മഹി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവൻ്റെ അമ്മയായിട്ട് വന്നത്. അപ്പോൾ അതേ അമ്മ അതിൻ്റെ ബർത്ത്ഡേക്ക് വന്നേക്കാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണല്ലോ ഫ്ലവേഴ്സൊക്കെ ഒരുപാട്. അപ്പോൾ ഫ്ലവേഴ്സും കൊണ്ടുവന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്മ വന്നപ്പോൾ തന്നെ. അപ്പോൾ അതേ അമ്മ വന്നുകൊണ്ട് തന്നെ ഇനി സമയങ്ങളെയല്ല, വേഗം റെഡി ആവണമല്ലോ. അപ്പോൾ ഗൈസ് എല്ലാവരും വന്നു തുടങ്ങി. ഞാനാണെങ്കിൽ റെഡി ആയിട്ടുമില്ല. എൻ്റെ ദൈവം റെഡി ആവട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എല്ലാം ഓൾറെഡി കോളമായിട്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ റൂമിൽ വന്നിട്ട് റെഡി ആയി കഴിഞ്ഞില്ല, എല്ലാവരും വന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഒന്നും കൂടി ടെൻഷനായി. അമ്മ പറയണേ ഈ കൊലത്തിനൊപ്പം ഞാൻ ഒരു പൊട്ടും കൂടി തൊടാൻ. ഒട്ടും ഉദ്ദേശിച്ച പോലെ ഒട്ടായിട്ടില്ല. ഞാൻ ഇങ്ങനെയൊന്നും അല്ല റെഡി ആവാൻ ഉദ്ദേശിച്ചത്. കണ്ടോ അതൊക്കെ സ്പ്രെഡ് അവിടെ. ഫൈനലായിട്ടൊന്ന് സ്ട്രെയിറ്റ്നറാണ് ഭയങ്കര പൊട്ടയിട്ടാ. സ്ട്രെയിറ്റും കൂടി ആവണില്ല. ഒരു കഷ്ടം. ഇതൊന്നും ഞാൻ ഫ്രണ്ടിലെ ഭാഗം സമയമില്ലാത്തതുകൊണ്ട് ഫ്രണ്ടിലെ ഭാഗം മാത്രമേ ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കണേണ്. എനിക്കാണെങ്കിൽ കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കാമെന്ന്, അങ്ങനെയൊക്കെ കുറേ പ്ലാൻസ് ഒന്നും നടന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെയാണ് റെഡി ആവണത്. ഇന്നലത്തെ അത്ര വൈഡെന്ന് തോന്നല്ല. തലയിൽ റെഡ് ബോ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല റെഡി ആയിരിക്കണം. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട്. ഞാൻ ഇങ്ങനെയൊന്നല്ല മുടി കെട്ടാൻ പ്ലാൻ ചെയ്തേട്ടാ. പെട്ടെന്നായി പോയപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ റെഡി ആയിരിക്കണത്. താഴെയാണെങ്കിൽ ബാക്കിയുള്ള 2 ചേച്ചിമാരും കൂടി വന്നു. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡും കൊച്ചും വന്നിട്ടുണ്ട്. കൊച്ചുമേച്ചി ഞങ്ങളുടെ ദേവുട്ടനാണ്, അവൻ എൻ്റെ നെഫ്യൂ ആണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടി ഡെക്കറേഷന്. അപ്പോൾ ഞാനാണെങ്കിൽ മേലിക്കിടന്ന് അയ്യോ കുളവായി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കണേരുത്. അപ്പോൾ ഞാൻ താഴെ വന്നപ്പോൾ എനിക്ക് ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ സമാധാനമായിട്ടോ. അതിൻ്റെ ഒപ്പം നിന്നപ്പോഴത്തേക്കും എൻ്റെ ഡ്രസ്സും ബ്ലെൻഡായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡെക്കറേറ്റ് ചെയ്തതൊക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. May the God bless you, dear. May the God bless you. ഇനി കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കുന്ന ചടങ്ങാണല്ലോ. അപ്പോൾ എൻ്റെ അമ്മ വന്നു, പിന്നെ എൻ്റെ അച്ഛൻ, പിന്നെ അനുവമ്മ, മഹിയുടെ അമ്മേനെ ഞാൻ അനുവമ്മ എന്നിട്ട് വിളിക്കുന്നത്, പിന്നെ അപ്പൂപ്പൻ, അമ്മിച്ചമ്മ, രേവതി ചേച്ചി, ശാലു ചേച്ചി, മനുച്ചേട്ടൻ, ചിന്നു ചേച്ചി, പിന്നെ ശില്പ ചേച്ചി, പിന്നെ നമ്മുടെ ദേവുട്ടൻ. ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ പൊന്നെ അമ്മ ഉണ്ടാക്കിയ ബിരിയാണി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കണേ. പിന്നെയില്ല ഞാൻ അൺബോക്സിങ് വീഡിയോ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാം. ഇതിൻ്റെ ഒപ്പം ഇട്ടാൽ ഒരുപാട് ലെങ്ത് ആയി പോവും. ഗൈസ് ഇത്രയുള്ള വീഡിയോ ഇതായിരുന്നു എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുവാണ്, ഓരോരുത്തരായിട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.